ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടതുപോലെ നമ്മളിന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ നമ്മുടെ മുമ്പിലേ ഉള്ളൂ LDCക്ക് അല്ലേ. എങ്ങനെ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ടൈം അവർക്ക് സമയം കിട്ടുന്നില്ല, ഒട്ടും സമയം കിട്ടുന്നില്ല, എങ്ങനെ ഞങ്ങളെ കൊണ്ടാവില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ജോലിക്ക് പോകുന്നവരായാലും വീട്ടമ്മമാരായാലും രാവിലെ 3 മണിക്ക് കൃത്യമായി എഴുന്നേൽക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 3 മണിക്ക് കേൾക്കുമ്പോൾ 3 മണി ആദ്യമൊക്കെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടൈമായിരിക്കും ആ സമയം. വെച്ചാൽ ആരും ഇല്ലാത്തൊരു സമയം, വെച്ചാൽ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് പഠിക്കാമെന്ന് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് വേണം പഠിക്കാൻ. ഓക്കെ, പിന്നെ 4 മണി തൊട്ട് 5 മണി വരെ ഒരു ആവറേജ് ലെവലിൽ പഠിക്കുക. 5 മണി തൊട്ട് 6 മണി വരെ നമ്മൾ ഏറ്റവും സിമ്പിൾ എന്നുവെച്ചാൽ ഒന്നുകിൽ റിവിഷൻ അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് സബ്ജക്റ്റ്. റിവിഷനാണ് ഏറ്റവും നല്ലത്. വെച്ചാൽ റിവിഷൻ എന്ന് പറഞ്ഞാൽ തലേ ദിവസം നിങ്ങൾ പഠിച്ചത്. റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ചുമ്മാ വായിച്ചു പോയിട്ട് കാര്യമില്ല. പഠിക്കുന്നത് കൃത്യമായിട്ട് അത് മൈൻഡിൽ സെറ്റാക്കണമെങ്കിൽ റിവിഷൻ അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ എല്ലാ ദിവസവും 1 മണിക്കൂർ നിങ്ങൾ റിവിഷന് മാറ്റി വെച്ചാൽ അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമല്ല. ഓക്കെ, പിന്നെ അത് നിങ്ങളവിടെ നിർത്തുക. എന്നിട്ട് 6 മണിക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ജോലികൾക്കും കാര്യങ്ങൾക്കൊക്കെ പോവുക. ജോലിക്ക് പോകേണ്ട ഒരു ജോലിക്ക് പോവുക. ഓക്കെ, 6 മണി തൊട്ട് 10 മണി വരെ നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങളും എല്ലാം വൈകുന്നേരം വരെയുള്ള വീട്ടമ്മമാരെ എല്ലാം സെറ്റാക്കി വെച്ച് പിള്ളേരെ സ്കൂളിൽ വിടണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ 10 മണിക്ക് ഇരിക്കുക. 10 മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയം, ആ സമയം വരെയുള്ള എല്ലാ പരിപാടിയും നിങ്ങൾ തീർത്തിട്ടുണ്ട്. വെച്ചാൽ നിങ്ങൾക്ക് തീർന്നില്ല, അത് നിങ്ങൾ മൈൻഡ് കൊണ്ട് തീർക്കുക. അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ആ സമയം കൊണ്ട് മാക്സിമം തീർക്കുക. ഇത്രയും ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ 10 മണിക്ക് ഇരിക്കുക. 10 മണി തൊട്ട് 11 മണി വരെയുള്ള വെച്ചാൽ നിങ്ങൾ കുറച്ച് റിലാക്സ് ആയ ടൈമാണല്ലോ. അപ്പോൾ പിന്നെയും ഒരു ടഫുള്ള സബ്ജക്റ്റിന് നിങ്ങൾ പഠിക്കുക. പിന്നെ 11 മണി തൊട്ട് 12 മണി വരെ ആവറേജ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. പിന്നെ 12 മണി തൊട്ട് 1 മണി വരെ മാത്സ് ആകുമ്പോൾ നമുക്ക് ഈ പഠിക്കുന്നതിന് ആ സമയത്ത് വെച്ചാൽ നമ്മൾ കുറച്ച് ടയർഡായിട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ മാത്സ് എന്ന് പറഞ്ഞത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉറക്കം വരാണ്ട് ക്ഷീണം വരാണ്ട് ഇരിക്കും അല്ലേ. മാത്സ് എല്ലാവർക്കും കുറച്ചൊരു ടഫായിട്ടുള്ള സബ്ജക്റ്റ്, അല്ലെങ്കിൽ ചിലവർക്ക് ഈസിയാണ്. എന്തായാലും നമ്മൾ ആസ്വദിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ മാത്സ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കൊന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ഒക്കെ ആയത് 1 മണിക്കൂർ റെസ്റ്റ് എടുക്കുക. പിന്നെ 2 മണി തൊട്ട് 3 മണി വരെ ഇരിക്കുക. ആ 2 മണി തൊട്ട് 3 മണി വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്. ആ സമയം നിങ്ങൾ കൃത്യമായും നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ ദിവസവും ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും. ഇപ്പോൾ ചിലർ വിചാരിക്കും, അത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി ചെയ്താൽ മതി, എനിക്ക് തുടക്കമല്ലേ, ഞാൻ ഒന്നും ആയിട്ടില്ലല്ലോ എന്ന്. പക്ഷേ നിങ്ങൾ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ലെവൽ നിങ്ങൾ തന്നെ അറിയാണ്ട് വർദ്ധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായി മോക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന്. ഏത് PSCക്ക് ക്രാക്ക് ചെയ്ത ആളോട് ചോദിച്ചാലും അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് വെച്ചാൽ അവർ മാക്സിമം ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തെന്നാണ് പറയുക. അതുകൊണ്ട് ഒരു ദിവസത്തിൽ 1 മണിക്കൂർ ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കേണ്ടതാണ്. ഓക്കെ, 1 മണിക്കൂർ റിവിഷനും 1 മണിക്കൂർ ടെസ്റ്റിനും മാറ്റി വെക്കുന്നത് തന്നെ വലിയൊരു ഘടകമാണ്. ഓക്കെ, പിന്നെ 3 മണിക്ക് നിങ്ങൾ ഇത് കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കും. കാരണം വെച്ചാൽ വീട്ടമ്മമാരാണെങ്കിൽ വീട്ടമ്മമാർക്ക് പിള്ളേരൊക്കെ വരുന്ന സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ 3 മണിക്ക് എഴുന്നേൽക്കുന്നു. പിന്നെ എണീറ്റ് നിങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അധികം പണിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വൈകുന്നേരം 7 മണിയാകുമ്പോൾ ഇരുന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സ്ട്രാ 2 മണിക്കൂർ കൂടെ, അങ്ങനെ ടോട്ടൽ ഒരു ദിവസം നിങ്ങൾക്ക് 10 മണിക്കൂർ പഠിക്കാൻ പറ്റും. അഥവാ അത് പറ്റാത്തവരാണെങ്കിൽ വൈകുന്നേരം ഒരു 9 മണി തൊട്ട് 10 മണി വരെയുള്ള സമയം ഇരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിക്കാൻ ട്രൈ ചെയ്യുക. കാരണം വെച്ചാൽ ആ ദിവസം നിങ്ങൾ ലാസ്റ്റ് എല്ലാ പണിയും കഴിയുമ്പോൾ മടുത്ത് ടയർഡായിട്ടിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ ആ 1 മണിക്കൂർ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിക്കുക. 10 മണി വരെ ഇരുന്നത്. കാരണം വെച്ചാൽ 3 മണിക്ക് നിങ്ങൾക്ക് കേൾക്കേണ്ടതില്ല, ഉറക്കം കൃത്യമായിട്ട് വേണം. അപ്പോൾ 10 മണി വരെ ഇരിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. ഇങ്ങനെ നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 8 മണിക്കൂർ ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതി പറ്റും. ജോലിക്കാർക്കാണെങ്കിൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ രാവിലത്തെ ടൈം കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്കും ഓരോ ടൈമിംഗ് ആണല്ലോ. അപ്പോൾ അതനുസരിച്ച് അവർ ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾ തന്നെ അത് പ്ലാൻ ചെയ്ത് സെറ്റാക്കുക കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസമേ നമുക്ക് മുമ്പിലുള്ളൂ. ആ ദിവസം നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതി നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് പുറകെ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ
പിന്നെ ഞാൻ മാക്സിമം വീഡിയോസ് ഇവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ വന്ന് ക്ലാസ് എടുത്ത് അപ്ലോഡ് ചെയ്യും. ഞാൻ എല്ലാ സബ്ജക്റ്റും എടുക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ അത് വന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ യൂട്യൂബിൽ പരിമിതികളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, ഒരു ദിവസം എത്ര വീഡിയോ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലാഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ തുടക്കമല്ല, സ്റ്റാർട്ടിങ് അല്ലേ ആയുള്ളൂ ചാനലിൽ. അപ്പോൾ ലൈവ് എടുക്കാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ചെയ്യാം. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുത്ത് ലൈവ് എടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും അതൊക്കെ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.